എൻ്റെ ദൈവമേ, ഞാൻ ലജ്ജിക്കരുതേ എന്നൊരു പ്രാർത്ഥനയാണ് 25-ാം സങ്കീർത്തനത്തിലെ 2-ാമത്തെ തിരുവചനം. സങ്കീർത്തനങ്ങൾ പൊതുവെ പ്രാർത്ഥനയും ആരാധനയുമാണ് എന്ന് നമുക്കറിയാം. വാക്യം 2: എൻ്റെ ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. അങ്ങയിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രു എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. ഇസ്രായേലിലെ യുദ്ധം 2026 ഈ മെയ് മാസത്തിലും തുടരുകയാണ്. ഇസ്രയേൽ എന്ന രാജ്യം എന്നാരംഭിച്ചോ അന്ന് മുതൽ അതിന് എതിരാളികളും ഉണ്ട്. ആ യുദ്ധം 2024, 25, 26 നിന്ന് കത്തുകയാണ്. ഈ വല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് വ്യത്യസ്തരായി ചിന്തിക്കാൻ ദൈവം കൃപ തരട്ടെ. ആ യുദ്ധത്തിൻ്റെ ഇടയിലൂടെ പോയവനാണ് ദാവീദ്. ദാവീദ് പല യുദ്ധങ്ങളെയും ഇസ്രായേലിന് വേണ്ടി ജയിപ്പിച്ചവനാണ്. ഒറ്റയ്ക്ക് ജയിപ്പിച്ചവനാണ്. കൂട്ടത്തോടെയും ജയം സ്വന്തമാക്കിയിട്ടുണ്ട്. തന്നെ വ്യക്തിപരമായ അമ്പെയ്ത അമ്മായിയപ്പൻ മുതൽ പലരെയും താൻ തോൽപ്പിച്ചു. എന്നാൽ പാപം എന്ന വിഷയത്തിൽ താൻ തോൽക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ധാരാളം യുദ്ധങ്ങൾ തനിക്കുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് താൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രു എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. ജയവും തോൽവിയും എന്ന വിഷയത്തിനകത്ത് ഒരാഘോഷം എന്നൊരു കാര്യമുണ്ട്. എൻ്റെ ദൈവമേ, ശത്രു എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ എന്ന് പറഞ്ഞാൽ, ഞാൻ തോറ്റിട്ട് ഈ നാട്ടുകാരെൻ്റെ വീട്ടുവാതൊക്കെ നിന്ന് എന്നെ കളിയാക്കല്ലേ, ഞാൻ ലജ്ജിക്കരുതേ. ഈ ലജ്ജയെ ഭയപ്പെടുന്ന മനുഷ്യരല്ലേ, നമുക്കെല്ലാം ഉള്ളൊരു കാര്യമാണ്. ശരീരത്തിന് പരുക്ക് പറ്റിയ സഹിക്കാം, എന്നാൽ ലജ്ജാഭാരം സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. ആമേൻ.